ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളത്? അമ്മാവൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്കും കിട്ടിയ ഒരു ചക്ക. ആ ചക്ക ഞാൻ അരിഞ്ഞ് വേവിച്ചു. ഈ വേവിച്ച ചക്ക നമ്മൾ ഉരുളി ചൂടായി കഴിയുമ്പം ഇതിലേക്ക് ഇട്ട് ചക്ക വരട്ടി ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കും. അപ്പം ഇന്നത്തെ ഈവനിങ് സ്നാക്ക് ചക്കയപ്പമാണ്. അപ്പോൾ ഉരുളി ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ട് നമ്മൾ ഈ ചക്ക വേവിച്ചത് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഉടച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ ഈ ചക്ക വേവിക്കാൻ വേണ്ടി പേരിന് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. കാരണം ചക്കയ്ക്ക് കുറച്ച് വെള്ളം മതി വേവാൻ വേണ്ടി. അപ്പോൾ എന്നിട്ടത് നല്ലോണം വെന്തിട്ട് നമ്മളിത് ഉരുളിയിലേക്കിട്ട് നല്ലോണം ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചക്ക നല്ലോണം നമ്മൾ ഉടച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര ചേർക്കും. എൻ്റെ കയ്യിൽ ഉണ്ട ശർക്കരയില്ല. കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ പൊടി ശർക്കരയാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു 4-5 സ്പൂണൊക്കെ നമുക്ക് ചേർക്കാം. എനിക്ക് അധികം മധുരം വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് നല്ലോണം അത് വരട്ടി നല്ല മണം വരുന്നുണ്ട്. ചക്കയുടെ ആ ഒരു ചക്ക വരട്ടിയ മണം. അപ്പോൾ ഇത് നല്ലോണം ഇട്ട് വഴട്ടിയതാണിത്. ഇനി നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാം. ആദ്യം അരിപ്പൊടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ അരിപ്പൊടിയിലേക്ക് നമ്മുടെ ഈ ചക്ക വരട്ടിയത് ഇട്ട് നല്ലോണം കുഴച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചക്കയപ്പം കിട്ടും. ഈ ചക്ക വരട്ടിയതിനകത്ത് ചുക്കും ഏലക്കാപ്പൊടിയും ഒക്കെ നമ്മൾ ലാസ്റ്റ് ചേർക്കും. ബിക്കോസ് അത് നല്ല ടേസ്റ്റ് കൊണ്ടുവരും. പിന്നെ ഇതിലേക്ക് തേങ്ങയും ചേർക്കാം. എൻ്റെ കയ്യിൽ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ ചേർത്തില്ല. എന്നിട്ട് വേണം ഇത് നല്ലോണം കുഴച്ച് ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ബാക്കി വന്ന ചക്ക വരട്ടിയതാണ്. ഇത് നേരെ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇത് കുറേ നാൾ ഇരിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അടുത്ത തവണ ചക്കയപ്പം ഉണ്ടാക്കുമ്പോൾ എടുക്കാം. ഇതാണ് നമ്മുടെ മാവ്. ഇത് നമ്മളൊരു വാഴയിലയിലേക്കാണ് നമ്മൾ ചക്കയപ്പം ഇത്തവണ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഭക്ഷണയിലയിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് വാഴയിലേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഞാനൊരു ഇഡ്ഡലി കുട്ടകത്തിനകത്ത് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ഈ വെള്ളം തിളച്ച കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ചക്കയപ്പം ഇതിനകത്ത് ഇങ്ങനെ വെച്ച് ആവി കയറ്റി എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഈ വാഴയിലയിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് എൻ്റെ നെയ്യ് തീരാറായി. അപ്പോൾ അതുകൊണ്ട് ബാക്കി വന്ന കുറച്ച് നെയ്യുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നെയ്യൊക്കെ പുരട്ടിയിട്ട് ചക്ക ആ മാവ് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ അട പോലെ ആക്കി എടുക്കും. ഞാൻ ആകെ 4 ഉണ്ടാക്കിയുള്ളൂ. അപ്പം നമ്മുടെ ചക്കയപ്പത്തിനുള്ളതെല്ലാം റെഡിയായി. ഇനി ഇത് ആവി കയറ്റി എടുത്താൽ മതി. നല്ലൊരു ഞായറാഴ്ചയായിട്ട് ഒരു ചായയുടെ കൂടെ ചക്കയപ്പമൊക്കെ കഴിക്കാതിരുന്നത് എങ്ങനെയാണ്? റെഡി. ഇനി നമ്മളിത് നല്ല ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ആ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. നമ്മളിതിലൊരു തട്ടിട്ട് വെച്ചു. ഇതിലേക്കാണ് നമ്മുടെ ഈ ചക്കയപ്പം ഓരോന്നായിട്ട് നമ്മളിങ്ങനെ എടുത്ത് വെക്കുന്നത്. നല്ലോണം എല്ലായിടത്തോടെ ആവി കയറണം. അപ്പോൾ നല്ലോണം ഗ്യാപ്പ് ഇട്ട് വേണം വെക്കാൻ. നമുക്ക് 4 അല്ലേ ഉള്ളൂ, കയറിക്കോളും, പെട്ടെന്ന് വെന്നോളും. ആ ഒരു കോൺഫിഡൻസിൽ ഞാനിത് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് മൂടി തുറക്കുമ്പോൾ ചക്കയപ്പം റെഡിയാവും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയതാണ്. ഇത് ആക്ച്വലി എനിക്കൊരു ഡൗട്ട്, ഇത് വെന്തോ ഇല്ലയോ, എത്ര സമയം എടുക്കും വേവാനെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു 10-25 മിനിറ്റെങ്കിലും വെക്കണം, എന്നാലേ ഇത് വേവത്തുള്ളൂ. പിന്നെ ഞാനിത് മൂടി വേവിക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ചക്കയപ്പം റെഡി ആയിരിക്കുകയാണ്. ഞാനിത് മൂടി തുറന്നപ്പോൾ നല്ല ചക്കയുടെ മണം ഉണ്ടായിരുന്നു. സൂപ്പറാണ്. ഇത് ഇപ്പം ഞാൻ വോയിസ് ഓവർ എടുക്കുന്ന ചക്കയപ്പം കഴിച്ചിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതിപ്പോൾ ആരുണ്ടാക്കിയാലും ചക്കയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഞാൻ ഇതിനകത്ത് മധുരം കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ചക്കയപ്പത്തിന് കുറച്ച് മധുരം കുറവാണ്. പക്ഷേ നല്ല നല്ല ഫ്ലേവറുള്ള ഒരു സ്നാക്കാണ് ശരിക്കും പറഞ്ഞാൽ ചക്കയപ്പം. അപ്പം ഞാൻ ഇത് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റുകയാണ്. നല്ല ചൂടുണ്ടാവും. അപ്പം അത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ വീട്ടിൽ ചക്കയുള്ളവരും വീട്ടിൽ ചക്ക വരട്ടിയതുള്ളവരും ഒക്കെ ചക്കയപ്പം ഉണ്ടാക്കാൻ റെഡി ആയിക്കോ. നല്ല ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്കാണത് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.